ഹലോ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ നോക്കാനായിട്ട് പോകുന്നത് വെച്ചാൽ എങ്ങനെ നമുക്ക് ഗേൾ മിനിയേച്ചർ കാർട്ടൂൺ എഡിറ്റിംഗ് ചെയ്യാമെന്നാണ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാം. ഇന്നലെ ഞാൻ വന്നിട്ട് ബോയിൻ്റെ എങ്ങനെ ചെയ്യാമെന്ന് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കണ്ടില്ലെങ്കിൽ മറക്കാതെ കാണാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ വന്നിട്ട് ബ്രോ ഗേളിൻ്റെ ഒന്ന് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മറക്കാതെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് വിടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനത്തെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്കും ചെയ്യുക, പിന്നെ ആ ബെൽ നോട്ടിഫിക്കേഷൻ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ കൊടുക്കുക. ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടൂൺ ആപ്പ് പിന്നെ പിക്സാർട്ട് ഈ രണ്ട് ആപ്പ് നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അത് ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ടൂൺ ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പെർമിഷൻ ചോദിക്കും നിങ്ങളുടെ അടുത്ത്. അലോ കൊടുക്കുക. അതിൽ അലോ കൊടുത്താൽ നിങ്ങളുടെ ഗാലറിയിൽ ഫോട്ടോസൊക്കെ ഇവിടെ വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യണം വെച്ചാൽ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യണം. ആ ഫോട്ടോ വന്നിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. നിങ്ങളുടെ ഫേസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അത്യാവശ്യം നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം. ഇവിടെ ഓക്കെ എന്നൊരു ബട്ടൺ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കണക്ഷൻ ബ്ലോക്കർ എന്ന് കാണിക്കുന്നത്. ഓക്കെ ഞാൻ നെറ്റ് ഓൺ ആക്കിയില്ല. സോറി. അപ്പോൾ ട്രൈ again കൊടുക്കാം. വി ആർ ഡ്രോയിങ് യുവർ കാർട്ടൂൺ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതങ്ങനെ ഇതായിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ മുകളിൽ വന്നിട്ട് ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ വരും. ഈ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ വരും, അതായത് സേവ് എന്നൊരു ഓപ്ഷൻ. അത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പിക്സാർട്ട് ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് ഇൻ്റർനെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക. ഇനി വെറുതെ ആഡ് വന്നുകൊണ്ടേയിരിക്കും. ഓഫ് ആക്കിയിട്ട് നമുക്ക് മുകളിൽ ഒരു സ്കിപ്പ് ബട്ടൺ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ പ്ലസ് ബട്ടൺ ഉണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ എഡിറ്റ് എ ഫോട്ടോ എന്നുണ്ടാകും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസും കൂടി വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടും പിന്നെ ഈ ഔട്ട്ഫിറ്റ് അത് വന്നിട്ട് ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ വന്നിട്ട് ഈ സെലക്ട് ചെയ്യണം, ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് ഔട്ട്ഫിറ്റ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ആഡ് ഫോട്ടോ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഔട്ട്ഫിറ്റ് ജസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുക്കാം. അപ്പോൾ ആഡ് കൊടുത്താൽ ഔട്ട്ഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ റൗണ്ടിൽ തന്നെ വെക്കാം. ഇനി നമ്മൾ ആ ഹെഡ്, അതായത് ആ കാർട്ടൂൺ ആക്കി ഫോട്ടോ ആഡ് ചെയ്യണം. ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് പിന്നെ ടൂൺ ആപ്പിൻ്റെ വാട്ടർ മാർക്ക് ഉണ്ട്, അത് റിമൂവ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യണം വെച്ചാൽ ഇവിടെ താഴെ കട്ടൗട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് പേഴ്സൺ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. താഴെ നിങ്ങൾക്ക് പേഴ്സൺ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ഗൈസ് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്, അതായത് ഫുള്ളും റെഡ് കളറായിട്ടായിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു കാര്യം ചെയ്യണം, ഇറേസ് എന്നുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ടൂൺ ആപ്പ് അതൊക്കെ നമ്മൾ ഇറേസ് ചെയ്യണം. അപ്പോൾ ഈ കുറച്ച് ഭാഗമൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ ഈ ഹെയർ മാത്രം കുറച്ച് വേണം. പിന്നെ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗം അതൊന്നും വേണ്ട നമുക്ക്, അതൊക്കെ അങ്ങനെ ഇറേസ് ചെയ്യാം. അപ്പോൾ എല്ലാം മൈന്യൂട്ടായിട്ട് എല്ലാം മെല്ലെ ചെയ്യണം, ഇല്ലെങ്കിൽ ഫോട്ടോ കാണാൻ നന്നായിട്ടുണ്ടാവില്ല. സോറി. ഞാൻ എല്ലാം ചെയ്തിട്ട് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നല്ല ക്ലോസപ്പൊക്കെ ആയിട്ട് നിങ്ങളെല്ലാം ഒന്ന് റീസ്റ്റോറും പിന്നെ ഇറേസൊക്കെ ഒന്ന് ചെയ്തിട്ട് സേവ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ ഇറേസ് കട്ടൗട്ട് അതൊക്കെ എല്ലാം ചെയ്തിട്ടിപ്പോൾ നമ്മുടെ ഈ ഫേസൊക്കെ നേരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗം മാത്രം നമുക്ക് വേണ്ട. ഇനി നിങ്ങൾ ആ സേവ് കൊടുക്കുക. ആ സേവ് കൊടുത്താൽ നമ്മുടെ ഈ ഫേസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുറച്ചൊക്കെ വലുതാക്കിയിട്ട് ഇതിലങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്ത് നമ്മൾ ഫോട്ടോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് വന്നിട്ട് നിങ്ങൾ അതായത് നമ്മുടെ ഫേസിൽ ഇത് വന്നിട്ട് കുറച്ചൊക്കെ നല്ല വലുതാക്കി വെക്കണം. ഇങ്ങനെ വെക്കാൻ പാടില്ല, കുറച്ചൊക്കെ നല്ല വലുതാക്കിയിട്ട് വെക്കണം. അപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ലാസ്റ്റായിട്ട് ഒരു കാര്യം ചെയ്യണം, അഡ്ജസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഈ ഔട്ട്ഫിറ്റിൻ്റെയും നമ്മുടെ ഫേസിൻ്റെ കളർ ജസ്റ്റ് നമുക്കൊന്ന് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, ടിക്ക് മാർക്ക് കൊടുത്താൽ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മുകളിൽ ഒരു ടിക്ക് മാർക്ക് ഉണ്ടാകും, അത് കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ബട്ടൺ ഉണ്ടാകും മുകളിൽ, അത് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലെ എല്ലാ സ്ഥലത്തിലും ഇത് ഉണ്ടാകാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാൻ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നാളെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.